ഹായ് വ്യൂവേഴ്സ്, നമസ്കാരം. ഞാൻ ഷെഫ് മനു. ആങ്ങോട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമുക്ക് പോകാം. നമ്മളിന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. ഫിഷ് ചുക്ക എന്ന് പറയും, ഇല്ലെങ്കിൽ ഇന്ത്യൻ ഫിഷ് ചില്ലി എന്ന് പറയും. ചില സ്ഥലത്ത് ചില്ലി എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്, ചില സ്ഥലങ്ങളിൽ സുക്ക എന്ന് പറയും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഫ്രഷ് മീന് മോദയാണ്. ഓലക്കുടി ചെയിൻ കവർ എന്ന് പറയും, മോദയെന്ന് പറയും. അടൂര് പത്തനംതിട്ട ഭാഗത്ത് തളയൻ എന്ന് പറയും. നല്ല ഫിഷാണ്. കത്തിച്ചു, ഓയിലാണ്, ഓയിൽ വെച്ചു. ഇനി നമ്മൾ ഫിഷ് കട്ട് ചെയ്തെടുക്കുവാണ്. ഇത് മോദയാണ്. നമ്മൾ ക്യൂബ് പീസായിട്ട് കട്ട് ചെയ്ത് ബോൺലെസ് ആണ്. ചെറിയ ഹഡ്ഡിയുണ്ട്, ചെറുതായിട്ട് അവിടെ ഇവിടെ സൈഡിലത്തെ മുള്ളുകളുണ്ട്. മോദയാണ്. നമ്മൾ ഇതിനകത്ത് ഇത് റെഡിയാക്കാൻ പോകുന്നത്. ഇത് നമ്മൾ റെഡിയാക്കാൻ പോകുന്ന മീൻ കഴുകി നല്ലപോലെ എടുത്തുകൊണ്ട് വന്ന് ശകലം കുരുമുളക്, പാകത്തിന് ഉപ്പ്, ശകലം ക്രഷ് ചില്ലി വറ്റൽമുളക് ചതച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് ശകലം, 1 സ്പൂൺ മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ഇത്തിരി മല്ലിപ്പൊടി, ഒരു ചെറിയ സ്പൂൺ കോൺഫ്ലവർ, ചെറിയ സ്പൂൺ മൈദ, ശകലം കസ്തൂരി മേത്തി. കസ്തൂരി മേത്തി എന്ന് പറയുമ്പോൾ ഉലുവയുടെ ഇല ഉണങ്ങിയതാണ്. നമ്മളൊരു മുട്ട എടുക്കുന്നു. ഇത് നല്ലപോലെ ബീറ്റ് ചെയ്യുന്നു. ഇത് ശകലം ഇതിനകത്ത് ആഡ് ചെയ്യുന്നു. ഇത് ഒഴിക്കുന്ന ശകലം മൈദയും കോൺഫ്ലവറും ശകലം മുട്ടയുടെ ചേർക്കുന്ന ജസ്റ്റ് ഒന്ന് കോട്ടിങ് പിടിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഇത് നല്ലപോലെ കോട്ടിങ് ചെയ്തു. ബാറ്റർ ഫ്രൈ എന്ന് പറയും. ഇത് എല്ലായിട്ട് ചെറുതായിട്ട് ജസ്റ്റ് മസാല പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കോട്ടിങ് ചെയ്യുന്നത്. അല്പം വിനീഗർ നമുക്കിതിൽ ആഡ് ചെയ്യാം. ഒരു 3-4 തുള്ളി, ശകലം നാരങ്ങ നീര്, ലെമൺ ജ്യൂസ്. ഇത് നമ്മൾ മോദമീനെ ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്നു. അതിനകത്ത് അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി, ശകലം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, കസ്തൂരി മേത്തി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ക്രഷ് ചില്ലി വറ്റൽമുളക് ചതച്ചത് ഇട്ടു. ശകലം മുട്ട ബീറ്റ് ചെയ്ത് ഇതിനകത്ത് ചേർത്തു. ഒരു ശകലം കോൺഫ്ലവർ, ശകലം മൈദ. ഇതെന്തിനായിട്ടെന്ന് ചോദിച്ചാൽ കോൺഫ്ലവറും മൈദയും സൈഡ് എഫക്റ്റ് ഉള്ളതല്ല. ഇത് ചെറിയൊരു കോട്ടിങ് പിടിക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ തിളച്ച എണ്ണ, റിഫൈൻഡ് ഓയിൽ, സൺറിച്ച്, ഗോൾഡ് വിന്നറോ എന്തോ ആയിരിക്കും വെച്ചു. നമ്മൾ അതിനകത്തോട്ട് സ്ക്യൂബായിട്ട് ഇത് വറുത്തെടുക്കുന്നു. ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പം നല്ലപോലെ ഫ്രൈ ആയി കിട്ടി. അധികം മുരിക്കരുത്, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം, എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. ഏത് മീനും നല്ലപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ കൊള്ളത്തില്ല. അതിനകത്ത് നമ്മൾ ഇട്ടു. ചെറുതായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഏകദേശം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഫ്രൈ ആയിട്ടില്ല, നമ്മൾ ഇച്ചിരി ഇത് ഓവർ ഫ്ലെയിം വെക്കാതെ ശകലം കുറച്ച് കൊടുക്കും. നമ്മുടെ മീൻ ഫിഷ് ചില്ലി അല്ലെങ്കിൽ ഫിഷ് ചുക്ക, അതിനുള്ള മീൻ നമ്മൾ മസാലയൊക്കെ ചേർത്ത് വറുത്ത് ഒരു മീഡിയം ആവറേജ് ഫ്രൈ ആയിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു, സ്റ്റൗവിലോട്ട് മാറ്റി വെക്കുന്നു. ഫിഷ് നമ്മൾ വറുത്ത് വെച്ചു. നമ്മളിതിനകത്ത് ഫിഷ് ചില്ലി അല്ലെങ്കിൽ ചുക്ക ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ കടായി വെച്ചു, ഓയിൽ ഒഴിച്ചു, ശകലം മസ്റ്റാർഡ് കടുക്, ശകലം കടുകിട്ടു, 2 വറ്റൽമുളക് ഇട്ടു. ഇത് ചുവന്നുള്ളിയും സവാളയും പച്ചമുളകും കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചത് അതിനകത്ത് ഇടുന്നു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് നമുക്ക് ആഡ് ചെയ്യും. നമ്മൾ അല്പം
മഞ്ഞൾപ്പൊടി, ക്രഷ് ചില്ലി ഒരു ചെറിയ ടീസ്പൂണ്, ഒരു ശകലം മല്ലിപ്പൊടി, ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ചെറിയ ടീസ്പൂണാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കസ്തൂരി മേത്തി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കസ്തൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ഇല ഉണങ്ങിയതാണ്. എല്ലാ മീൻകറിക്ക് ചിക്കന് നല്ല ഫ്ലേവർ, നല്ല മണം കിട്ടും. ഇതാണ് പാക്കറ്റ് കസ്തൂരി മേത്തി. എല്ലാ സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടും. ഉലുവയുടെ ഇല ഉണങ്ങിയതാണ്. ഇത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഫിഷ് കറിക്ക്, ഫിഷ് ചില്ലി, ഫിഷ് മസാലയ്ക്കൊക്കെ പ്രത്യേകം ചേർത്ത് നല്ല ഫ്ലേവറും നല്ല മണം കിട്ടുന്നതാണ്. നമ്മളതാണ് ഇത് ചേർത്തിരിക്കുന്നത്. നമ്മളിതിട്ട് നല്ലപോലെ ഇത് ഇളക്കുവാണ്. വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയ ടൊമാറ്റോയുടെ പീസ് നമുക്ക് ചേർക്കാം. വീണ്ടും ഒന്നുകൂടെ ഇളക്കി. ഇച്ചിരി ഓയിലിൻ്റെ കുറവുണ്ട്. നമ്മൾ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുമാതിരി മസാല പാകമായി കഴിയുമ്പോൾ നമ്മൾ ഒരു പീസ് ക്യാപ്സിക്കം, സിംല മിർച്ചി, ചൈനീസ് ഫുഡിനൊക്കെ ചേർക്കുന്നതാണ്. ഊട്ടി കൊടൈക്കനാൽ വളരെ ധാരാളമായിട്ടുണ്ടാകുന്ന ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചില്ലിയാണ് ക്യാപ്സിക്കം. ഹിന്ദിയിൽ സിംല മിർച്ചി എന്ന് പറയും. അത് കുറച്ച് ഇതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. വീണ്ടും ഒന്നുകൂടെ ഇളക്കുന്നു. പിന്നെ നമ്മൾ മല്ലിയില കഴുകി അരിഞ്ഞ് വെച്ചിരിപ്പുണ്ട്. കൊറിയാണ്ടർ ലീഫ് മല്ലിയില, കുറച്ച് മല്ലിച്ചപ്പ് നമ്മൾ ഇതിനകത്തോട്ട് വീണ്ടും ആഡ് ചെയ്യുന്നു. ഇത് നാച്ചുറലാണ്, കളറൊന്നുമില്ല. ശുദ്ധമായ വെള്ളം, വെളിച്ചെണ്ണ, മസാലകൾ എല്ലാം നമ്മുടെ തന്നെ സ്വന്തം മസാലകളാണ്. ഇത് ശകലം സാൾട്ട് ആഡ് ചെയ്യുന്നു, ഉപ്പ്. നമ്മൾ ഈ ഫിഷ് ഇതിലോട്ട് ഇടുകയാണ്. വറുത്ത് വെച്ചേക്കുന്ന ഫിഷ് ഇതിലിട്ടു. ഇത് ഫിഷ് ചുക്കയാണ്. ചില സ്ഥലങ്ങളിൽ ചില്ലി. വീണ്ടും അതൊന്നുകൂടെ നമ്മൾ അതിനകത്ത് സ്പ്രെഡ് ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും ഇത് ഇളക്കുന്നു. ചെറിയ രീതിയിൽ വീണ്ടും നമുക്കൊരു ശകലം മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് ഫിഷ് കറിയുടെ ഗ്രേവിയാണ്. നമുക്ക് അതിനകത്തോട്ട് ശകലം ഫിഷ് കറിയുടെ ഗ്രേവി ആഡ് ചെയ്യാം. ശകലം. അപ്പോൾ ഒരു നല്ല മണം കിട്ടും. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ചിലർ കുടംപുളിയുടെ വെള്ളം തിളപ്പിച്ചൊഴിക്കും. നമ്മുടെ അങ്ങനെ ചില്ലി ഫിഷ് റെഡിയാണ്. ശകലം വിനീഗർ ആഡ് ചെയ്യുകയാണ്. ശകലം പച്ച വെളിച്ചെണ്ണ നമ്മൾ മേളിൽ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ ചില്ലി ഫിഷ് റെഡിയായിരിക്കുകയാണ്. നമ്മുടെ ചില്ലി ഫിഷ് റെഡിയായിരിക്കുന്നു. നമ്മളത് കടായിൽ നിന്ന് വേറൊരു ചട്ടിയിലോട്ട് പകർത്തുന്നു. അല്ലെങ്കിൽ വ്യൂവേഴ്സിനെല്ലാം കാണിക്കാനായിട്ട് നമ്മളൊരു വാഴയില അങ്ങോട്ട് സെറ്റ് ചെയ്ത് അതിനകത്തോട്ട് പകർത്തുന്നു. അങ്ങനെ ഫിഷ് ചുക്ക റെഡിയാണ്. ചില സ്ഥലങ്ങളിൽ ചില്ലി ഫിഷ് എന്നും പറയും. ഇതേപോലെ തന്നെ വറുത്ത് റെഡിയാക്കിയിട്ട് കിൻഫിഷ്, നെയ്മീൻ, ഐക്കൂറ എന്ന് പറയും വടക്കേ മലബാറിൽ. ഐക്കൂറ, കിൻഫിഷ് എല്ലാം ഒരേ പേരിലാണ് അറിയപ്പെടുന്നത്. നെയ്മീൻ പത്തനംതിട്ട, കോട്ടയം സ്ലാങ്ങിൽ നെയ്മീൻ എന്ന് പറയും. അതും ഇതുപോലെ വറുത്തിട്ട് ക്യാപ്സിക്കവും ഓണിയൻ, സ്പ്രിംഗ് ഓണിയൻ, സെലറി, ചൈനീസ് ചേർത്ത് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ ചില്ലി ഫിഷ് ഉണ്ടാക്കാം. ഇത് ചില സ്ഥലങ്ങളിൽ ചില്ലി ഫിഷ് എന്ന് പറയും, ഫിഷ് ചുക്ക എന്ന് പറയും. നമ്മൾ ഇന്നത്തെ അങ്ങോട്ട് സ്പെഷ്യൽ മനൂസ് കിച്ചൺ മെനു സ്പെഷ്യൽ ഫിഷ് ചുക്ക റെഡിയാക്കി.